الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. جزاك الله عنا يا سيدنا يا رسول الله. جزاك الله عنا يا سيدنا يا حبيب الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹവും ബഹുമാനം നിറഞ്ഞ അഭിനന്ദനായ പ്രഗൽഭ പണ്ഡിതനും പ്രഭാഷകനൊക്കെയായ സിദ്ദീഖ് സഅദി ഉസ്താദ് അവരുകൾ, സലം ഖത്തീബ് ഉസ്താദ് അവരുകൾ, അള്ളാഹു ഉസ്താദിന്റെ ഇൽമിലും അമലിലും അള്ളാഹു ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അഭിനന്ദനായ അബ്ദുൽ മദനി, അബ്ദുൽ ഹമീദ് മദനി ഉസ്താദ്, കലന്തർ ഷാഫി മദനി ഉസ്താദ് അവരുകൾ, അബ്ദുൽ നാസർ സഅദി ഉസ്താദ് അവരുകൾ, അതുപോലെ ഉസ്മാൻ സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, ബദരിയ ജുമാഅത്ത് പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ പള്ളി നിർമ്മാണ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷത വഹിക്കുന്ന ജനാബ് അബ്ദുൽ ഖാദർ ജമാഅത്തിന്റെ പ്രസിഡന്റ് അവരുകൾ, അതുപോലെ ഇവിടെ നോട്ടീസിൽ കാണിക്കപ്പെട്ട് ഇവിടെ ഗസ്റ്റുകളായി വന്ന് ഇരുന്നവരും പോയവരും എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു പള്ളി ഇവിടെ ഈ നാട്ടിൽ മുണ്ടപ്പദവ് ഈ ഒരു ജംഗ്ഷനിൽ വെച്ച് മനോഹരമായ റബ്ബിന്റെ ഒരു ഭവനം തല ഉയർന്നു വരുമ്പോ നമ്മളെല്ലാവരും അതിൽ ഒരു കൂറുകൂടണം. നമ്മുടെ സമ്പത്തും നമ്മുടെ തടിയും നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ഖാലിക്കായ റബ്ബിന്റെ ഭവനം, നാട്ടിലെ അല്ലാഹുവിന്റെ ഭവനം, ആ നാട്ടുകാർക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയാണ് പള്ളി. നമ്മുടെ നാട്ടുകാർ അവർ പള്ളിയെ പരിപാലിച്ച പോലെ അല്ലാഹു തആല അവന്റെ മരണം, അവന്റെ ഖബർ, അവന്റെ മഹ്ശറ, സ്വർഗം വരെ അല്ലാഹു പരിപാലിച്ച് രക്ഷപ്പെടുത്തി വിജയത്തിലേക്ക് എത്തിക്കാൻ മതിയായ ഒന്നാണ് അവനവന്റെ നാട്ടിലെ പള്ളി. പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്, അത് ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീടാണ്. ലോകം മടക്കി ഭരിക്കുന്ന നമ്മെ എല്ലാവരെയും പടച്ച ഖാലിക്കായ റബ്ബിന്റെ ഭവനമാണ് ഈ പള്ളി. എല്ലാ പള്ളികളും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പള്ളിയോട് കൂറുള്ളവരാണ്. പള്ളിയോട് കൂറുണ്ടെങ്കിൽ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നതാണ്. ആണിനും പെണ്ണിനും പള്ളിയോട് ഒരു കൂറ് ഉണ്ടാകണം. കാരണം ചുരുങ്ങിയതൊരാള് ഖബറിൽ 40 കൊല്ലം കിടക്കുന്നതാണ്. ഖബറില് ചുരുങ്ങിയതൊരു 40 കൊല്ലെങ്കിലും ഖബറിൽ കിടക്കും. നമ്മളിൽ കൂടുതലും ഭൂരിപക്ഷം ആളുകളും നമ്മുടെ നാടുകളിലെ ഖബർസ്ഥാനിലാണ്.
എവിടെ കടന്നാലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പള്ളി, ആ പള്ളിയുടെ ഒരു ബറക്കത്ത് നമ്മുടെ ഖബറുമായി കണക്ട് ചെയ്യപ്പെടുന്ന സുഫിയാക്കൾ, മഹാന്മാർ. അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഖബറാളിക്ക് പള്ളിയിൽ ഒരുപാട് നേരമിരിക്കാൻ കൊതിയും, മുനാഫിഖിന് പള്ളിയിൽ സമയം ചെലവഴിക്കാൻ സാധ്യമല്ലാതെയാവുകയും ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളോട് തുടക്കത്തിലെ പറയട്ടെ, വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി നമ്മുടെ നാട്ടിലെ പള്ളിയാണ്. നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ നാട്ടിലെ പള്ളി പോലെ ഷറഫാക്കപ്പെട്ട മസ്ജിദുകൾ അല്ലാത്ത എല്ലായിടത്തെ മജ്ലിസുകളെക്കാളും, എല്ലാ ഹൽക്കകളെക്കാളും, എല്ലാത്തിനേക്കാളും നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠത നമ്മുടെ നാട്ടിലെ പള്ളിയോടാണ്. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യാനുള്ള ഒന്നാണ് നമ്മുടെ നാട്ടിലെ പള്ളി. നമുക്ക് വലിയ ആദരവും ബഹുമാനവും സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ട് റബ്ബിന്റെ ഭവനത്തോട്. നമ്മുടെ ഭവനങ്ങളെല്ലാം മനോഹരമാക്കി അല്ലാഹുവിന്റെ ഭവനം നമ്മൾ ഇട്ടേച്ചു പോവുകയാണ്. തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ വളരെ ദയനീയ അവസ്ഥകളിലെ ചില പള്ളികളും ചില മദ്രസകളും, ചില പള്ളി മദ്രസകളുടെ ബാത്റൂമുകളൊക്കെ കാണുമ്പോ സങ്കടം തോന്നുന്ന രൂപത്തിൽ മാഷാ അല്ലാഹ് ഇവിടെ ഈ മനോഹരമായ സെക്കൻഡറി മദ്രസ, അതിന്റെ ബോർഡ് അടക്കം ശ്രദ്ധിക്കുമ്പോ ഒരു മനോഹാരിത, അതിനോടൊരു താല്പര്യം, ഇവിടത്തുകാരുടെ ഈ അച്ചടക്കവും തലമറച്ചിട്ടുള്ള ഇരുത്തവും സംഘാടകരുടെ സ്വീകരണങ്ങളൊക്കെ കാണുമ്പോ ഒരു ദീനി ചെറ്റക്കൂടാകുന്ന ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമാണ് ഈ നാട് എന്ന് കരുതുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നാട്ടിലും ഈ ജമാഅത്തിലെ ഓരോ വീട്ടിലും അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണം. അല്ലാഹ് മനോഹരമായ പള്ളി, ഒരു ബൈത്തുൽ മുഖദ്ദസിന്റെ ആ ഒരു രൂപരേഖ വരുന്ന, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുബ്ബയുടെ ശൈലിയിൽ കുബ്ബയായി, കുബ്ബക്ക് ഇസ്ലാമിൽ ചരിത്രമുണ്ട്. എല്ലാത്തിനും അതാതിന്റെ ഏതുമാകട്ടെ ഇവിടെ പള്ളി അത്യാവശ്യമാണെന്ന് ഖത്തീബ് ഉസ്താദ് അതിന്റെ ആവശ്യങ്ങൾ ഇവിടെ വിളിച്ചോതി. ഇനി അഭിപ്രായ വ്യത്യാസങ്ങളും വേണ്ടാത്തരങ്ങളും ചർച്ച ചെയ്യലുകളും എല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങനെ ഈ പള്ളി മനോഹരമാക്കിയിട്ട് നല്ല റാഹത്തോടെ പൂർത്തിയാക്കാമെന്നുള്ള മട്ടില് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആണുങ്ങളുടേതും പെണ്ണുങ്ങളുടേതും ഖാലിഖായ റബ്ബ് നമുക്കെല്ലാം തന്നു. എല്ലാം തന്ന റബ്ബിന് ഞാൻ എന്ത് കൊടുത്തു, നിങ്ങൾ എന്ത് കൊടുത്തു? നമ്മുടെ വീട് മനോഹരമാക്കി. അള്ളാഹുവിന്റെ വീടിന് വേണ്ടി എന്ത് ചെയ്തു? മക്കളെ കെട്ടിച്ചു കൊടുത്തു. ഖാലിഖായ റബ്ബിന് വേണ്ടി നാട്ടിൽ പണിയാൻ പറ്റിയ ജാരിയായ സ്വതക്കയായി കിട്ടുന്ന, പിന്നെ പണമുള്ളവർക്കെല്ലാം കൊടുക്കാൻ തോന്നണമെന്നില്ല. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഈമാനുള്ളവർക്ക് മാത്രം, ഹലാലായ സമ്പത്തുണ്ടായവർക്ക് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഈമാനോടെ, തഖ്വയോടെ, ബഹുമാനത്തോടെ അള്ളാഹുവിന്റെ പള്ളിയെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഖാലിഖായ റബ്ബ് ഏറ്റെടുക്കാതിരിക്കില്ല. അള്ളാഹുവിന്റെ പള്ളിയെ നിങ്ങൾ ഏറ്റെടുത്തു നോക്ക്. എല്ലാവരും ഒരുപോലെയല്ല. അവനവന്റെ സമ്പത്ത് പോലെ, അവനവന്റെ കഴിവ് പോലെ. നമ്മളിൽ കോടിക്കണക്കിന് നിഅമത്തുകളാണ്. ഒരു ചെറിയ രോഗത്തിന് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ, 18 കോടി ചെലവുണ്ട് ഇഞ്ചക്ഷൻ എന്ന്. സുബ്ഹാന ജല്ല ജലാലു. ഖാലിഖായ റബ്ബാണ് നമ്മുടെ സൃഷ്ടാവ്. അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനോഹരമായി അല്ലാഹു നമ്മെ സൃഷ്ടിച്ചില്ലയോ? അല്ലാഹു നമുക്ക് രൂപം തന്നില്ലയോ? അവൻ നമുക്ക് മക്കളെ തന്നില്ലയോ? അവൻ നമുക്ക് ആരോഗ്യം തന്നില്ലയോ? അവൻ നമുക്ക് എല്ലാം തന്നില്ലയോ? എല്ലാം തന്നവനവനാണ്, തരുന്നവനവനാണ്, മടങ്ങുന്നവനും അവനാണ്. എല്ലാം അൽ ഖൈറു വശർറു മിനല്ലാഹ്.
എല്ലാം ഖാലിഖായ റബ്ബിൽ നിന്നാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അല്ലാഹു തന്നതല്ലേ നമുക്ക്. കൈ തന്നവനാരാ, കാല് തന്നവനാരാ, ഭാര്യയെ തന്നവനാരാ, മക്കളെ തന്നവനാരാ, ഇതെല്ലാം നമുക്ക് തന്നവനാരാണ്. ഇതെല്ലാം തന്നവൻ ഹുവൽ മുഅ്തി, അവനാണ് എല്ലാവർക്കും കൊടുത്തത്. അവനാണ് കൊടുത്തതെല്ലാം അവനാണ്, നമുക്ക് തന്നതെല്ലാം അവനാണ്. അൽ ഖൈറു വശർറു മിനല്ലാഹ്, എല്ലാം ഖാലിഖായ റബ്ബിന്റെ വക്കലിൽ നിന്നാണ്. മുത്തുമുഅ്മിനേ, നിനക്ക് മക്കളെ തന്നവനാരാ, നിനക്ക് ആരോഗ്യം തന്നവനാരാ. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, ശരീരത്തിലെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചെവിയുടെ ഉള്ളറകളിൽ 30,000 മില്യൺ സെല്ല് കോശങ്ങളുണ്ട്. നാവിൻ തുമ്പത്ത് മാത്രം 9,000 സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്. അങ്ങനെ കണ്ണിൽ എത്ര മില്യൺ കോശങ്ങളാണ്, ബ്രെയിനിൽ എത്ര മില്യൺ കോശങ്ങളാണ്, സെല്ലുകളാണ്. തൊണ്ടയിൽ എത്രയാണ്, കരളിൽ എത്രയാണ്, ബ്ലാഡറിൽ എത്രയാണ്. ഇതെല്ലാം സെല്ലുകൾ താറുമാറായ പിന്നെ നമ്മൾ ക്യാൻസർ രോഗികളാണ്, നമ്മൾ ക്യാൻസർ രോഗികളാണ്. അല്ലാഹുൽ ഖാലിഖ്, അല്ലാഹുവാണ് സൃഷ്ടാവ്. സൃഷ്ടാവ് മഹാന്മാര് പറയുന്നുണ്ട്, ഒരു തവണ റൂഹ് തന്നിട്ട് വിട്ടതല്ല, ജീവൻ തന്നിട്ട് വിട്ടതല്ല. ഓരോ ദിവസങ്ങളിലും ഓരോ സമയങ്ങളിലും ജീവിതത്തിന് ആവശ്യമുള്ള കോശങ്ങൾ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പടക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കോശങ്ങള് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അതിന് താറുമാറായ പിന്നെ ക്യാൻസർ രോഗിയാണ്, പിന്നെ മാറാവ്യാധിയാണ്, പിന്നെ ആർക്കും വേണ്ടാത്തവനാ, പിന്നെ കുടുംബത്തിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, കൂട്ടുകാർക്ക് വേണ്ട, കെട്ടിയവൾക്കും വേണ്ട. തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച ഒരാള് പള്ളിയിൽ വന്നപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല മക്കളില്ലേ? തൊണ്ടക്ക് ക്യാൻസർ പിടിച്ച ഉപ്പ പറഞ്ഞതില്ല, ഉണ്ട് ഉസ്താദേ, പേരിനുണ്ട് ക്യാൻസർ ആയിട്ട്. 2 മക്കളും എന്നെ ഒഴിവാക്കി ഉസ്താദേ. പള്ളിക്ക് വന്ന വയസ്സുള്ള മനുഷ്യൻ തൊണ്ടയിൽ രക്തവും ചലവും കാണുന്നുണ്ട്. ആ മനുഷ്യനാ പറയുന്നത്, ക്യാൻസർ ബാധിച്ചിട്ട് മക്കള് ഒഴിവാക്കിയല്ലേ, ഭാര്യക്ക് വേണ്ടാതെയായില്ലേ, നാട്ടുകാർക്ക് മോശമായില്ലേ, കുടുംബക്കാർ ദൂരത്താക്കിയില്ലേ. എത്ര കാലമായി മുമ്പിന് നമ്മൾ സുഖമായി ജീവിക്കുന്നില്ലേ, ആരോഗ്യത്തോടെ ജീവിക്കുന്നില്ലേ? ഇതെല്ലാം തന്നവനാരാണ്? ഇതെല്ലാം തന്ന ഖാലിഖായ റബ്ബ്. ആ റബ്ബിന്റെ ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം എന്തിനാന്നോ? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ, പരീക്ഷണത്തിന് വേണ്ടിയാണ്. നിന്റെ കയ്യിൽ അവൻ സമ്പത്ത് തന്നു, ആരോഗ്യം തന്നു, മക്കളെ തന്നു, സൗകര്യം തന്നു, സൗന്ദര്യം തന്നു, എല്ലാം തന്നില്ലയോ? ഇതെല്ലാം റബ്ബ് തആല ചോദിക്കാനുള്ളൊരു ദിവസമില്ലേ? അല്ലാഹു ഓരോന്നിനോടും ഉത്തരം പറയണ്ടേ? സമ്പത്തുകൾക്കെല്ലാം, ആരോഗ്യത്തിനെല്ലാം, ആയുസ്സിനെല്ലാം ഖാലിഖായ റബ്ബിനോട് ഉത്തരം പറയേണ്ടവരല്ലേ നമ്മള്? വിജയിക്കണേ മുഅ്മിനേ. വമ്മല്ലദീന സുഇദൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിജയിച്ചവരെ പറ്റി പറയുന്നുണ്ട്. അവർ സ്വർഗ്ഗത്തിലാണ്, കാലകാലം സ്വർഗ്ഗത്തിലാണ്. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുണ്ടാവലല്ല, മക്കള് വലിയ ഉഷാറാവലല്ല, വലിയ വലിയ വാഹനം വാങ്ങിക്കലല്ല, പടുകൂറ്റം വീട് കെട്ടലല്ല, നല്ല പൊതു സെറ്റാവലല്ല, നല്ല ജോബ് കിട്ടലല്ല, നല്ല ബിസിനസ് ഉണ്ടാവലല്ല. നരകത്തെ തൊട്ട് രക്ഷപ്പെടലാണ് വിജയം, സ്വർഗത്തിൽ കടക്കലാണ് വിജയം.
മരണത്തോടെ തീരുമാനമാകുന്നുണ്ട്. ഓരോരുത്തന്റെയും മരണം നന്നായാൽ അവന്റെ ഖബർ ഉഷാറാം. ഖബർ വിജയിച്ചാലോ മഹ്ശറയിൽ അവൻ ഇസ്സത്തിലാണ്, എന്നാലോ അവൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് മുത്തുമുമ്മിനെ വിജയിക്കണ്ടേ? വിജയിക്കാൻ മഹാന്മാര് പറഞ്ഞ ചില കാര്യങ്ങൾ പറയാമൊന്ന്. ഹിഫ്ളുൽ ലിസാൻ, നാവ് സൂക്ഷിക്കലാണ്. വിജയിക്കണോ? പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മുഅ്മിനീങ്ങളെ വിജയിക്കണോ? നാവ് സൂക്ഷിക്കണേ. ആരെയും കുറ്റം പറയരുത്. തങ്ങന്മാരേനല്ല, ഉസ്താദന്മാരേനല്ല, ഒരൊറ്റ കാഫിറിനെ പോലും നമ്മൾ കുറ്റം പറഞ്ഞു പോകരുത്. ആരെയും ആക്ഷേപിക്കരുത്. മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ചില നാടുകളിലൊക്കെ ഉണ്ടല്ലോ കല്യാണം മുടക്കുന്നവർ, പൊതുമുടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. ഇടയ്ക്കൊരാൾ പറഞ്ഞു, ഉസ്താദേ എന്തായിട്ടും പൊതുവാന്നില്ല, പൊതു മുടക്കുന്നുണ്ടോ അതാവുണ്ടെങ്കിൽ ഉസ്താദ് പറയണം. ഉസ്താദ് 4 പൊതു പറഞ്ഞിട്ട് ഞങ്ങൾക്കും ആവുന്നായി ഓർക്കും ആവുന്നായി. നമ്മളെ ഇതേ ഭാഷ തന്നെയല്ലേ എടുത്തോർന്നു. നക്കണിക്കല്ലല്ലേ, നക്കണിക്ക അല്ല, നമ്മളെ ഭാഷയില്ലാത്ത ഭാഷല്ലേ, മലയാളം അല്ല, ഇപ്പൊ നക്കണിക്കോ അല്ല അല്ല. ഏതോട്ടെ അല്ലാഹു നീ ബർക്കത്താക്കണേ അല്ലാ. ഓനോന്റെ ഭാഷ മോശമൊന്നുമല്ല. ഏത് ഭാഷനെയും ഞമ്മപ്പുറം ഇപ്പുറം കളിയാക്കുന്ന ആളാണ്. ചില ആളെ പറയും ബദകുദിന്റെ ഓർന്ന് പറയും. അതിന്റെ അടുത്തല്ലേ ബദകുദി അങ്ങനെ പറയുന്നത്. അതും കളിയാക്കേണ്ടതല്ല, അവരെ ഭാഷയാണ്. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മഹാന്മാരത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ആരുടെ ഭാഷയും മോശമല്ല. പിന്നെ അറബി നല്ല ബഹുമാനമുള്ള ഭാഷയാണ്. അറബി അല്ലാത്ത ബ്യാരി, മലയാള, കന്നഡ, മലാമേ എല്ലാ സുഡ്ഗാട്ടും ഒറ്റ സ്ഥാനമാണ്, ഒരേ സ്ഥാനം. കഴിഞ്ഞ റമദാനിൽ ഒരു മുത്താലിമ പള്ളിയിൽ വന്നിട്ട് കന്നഡത്തിൽ പ്രസംഗിക്കുമ്പോ രാജാറ് ദിപ്പിക്കട്ട് പോയതിന്റെ പള്ളിയിൽ വന്നിട്ട് കന്നഡം മുണ്ടുന്ന. പള്ളിയിൽ കന്നഡം മുണ്ടാൻ തെറ്റല്ല. ഭാഷകൾ ഏതുമാകാം, ഭാഷകൾക്ക് പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ. അറബിയത് ഖുർആനിന്റെ ഭാഷയാണ്, സ്വർഗത്തിലെ അറബിയാണ്, ഖബറിൽ അറബിയാണ്. പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാതെ തന്നെ അല്ലെ എല്ലോ അർത്ഥാകണമെന്നില്ല. നിസ്കാരം മലയാളത്തിലല്ല, അറബിയിലാണ്. ഖുതുബയും അറബിയിലാകണം. നിസ്കാരത്തിന്റെ ബാക്കിയാണത്. എല്ലാം മനസ്സിലാകണമെങ്കിൽ നിസ്കരിക്കാൻ വിളിക്കുന്ന ബാങ്ക് അറബിയിലല്ലയോ? പിന്നെന്തിനീ ഖുതുബ മാത്രം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലോ പറഞ്ഞിട്ട് വേണ്ടാത്തരങ്ങൾ പറഞ്ഞിട്ട് ഈ ഖുതുബാന്റെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്തല്ലോ. അല്ലാ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഹിദായത്ത് നൽകണം അല്ലാ. അറബി അല്ലാത്ത എല്ലാ ഭാഷയും ഒരുപോലെയാണ്. ആരെ ഭാഷനെയും കുറ്റപ്പെടുത്തരുത്. ബ്യാരി ഭാഷനെയും കുറ്റം പറയണ്ട, മലയാളക്കാരെയും പറയണ്ട, ആരെയും പറയണ്ട. അല്ലേ? ചില ആളൊക്കെ അങ്ങനെ പറയലുണ്ട്. ഒരു ഭാഷയെയും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. അല്ലമഹുൽ ബയാൻ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, എല്ലാ ഭാഷകളും അവനവന്റെ ഭാഷ അവനവന് വലുതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഷയെ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മുടെ നാട്ടിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ആളുകളോട് പറയാൻ പാടില്ല ഏത് നാടുവാ ഉപ്പായി നമ്മളെ നാടാകലം വിത്തുനന്റെ കൊള്ളി വിത്തുനാന്ന് പറഞ്ഞ വിത്തുന ഗേട വിത്തിന് ഇല്ലാത്ത വിത്തിനെയും കളാട്ട ഇല്ലാത്ത ജാഗ വേണോന്ന് ബ്രോക്കർ കൊണ്ടുപോയിട്ട് ഖബർസ്ഥാനി കാണിച്ച് ഇവിടെ വിത്തനില്ല, ബസാദില്ല അല്ലേ? അങ്ങനെ വാട്സപ്പ് ഇങ്ങനെ തന്നെയാണ്. ഓരോ നാട്ടിലേക്ക് എത്തുമ്പോ പുറത്തുനിന്ന് കാണാൻ രസമുണ്ട്, ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോ എല്ലാ കുടുംബത്തിലും വിത്തിന, എല്ലാ നാട്ടിലും വിത്തിന, എവിടെയും വിത്തിന. അതുകൊണ്ട് മുഅ്മിനേ ദുനിയാവിലും വിജയിക്കണോ, ആഖിറത്തിലും വിജയിക്കണോ? നല്ല നാവിനെ സൂക്ഷിക്കുന്നവരാകണോ. ആരെ പറ്റിയും ഒന്നും പറയണ്ട. ചില ആളുകൾക്ക്
ഒരു സുഖാണ് മറ്റുള്ളവരെ പൊതുമുടക്കൽ, കല്യാണം മുടക്കല്, കല്യാണത്തിന്റെ ആലോചന മുടക്കല്, അതെല്ലാം ഫിത്നയാണ്, അല്ലാഹു പൊറുക്കാത്തതാണ്, അക്രമമാണ്, അനീതിയാണ്. ഒരു കല്യാണവും നമ്മൾ മൂലം മുടങ്ങരുത്. ഒരാളുടെയും കല്യാണം മുടക്കുന്നവർ നമ്മളാകരുത്. ഉമ്മമാരെ ശ്രദ്ധിക്കണേ. ഇല്ലാത്തതും വേണ്ടാത്തരങ്ങളും പറഞ്ഞ് കല്യാണം മുടക്കുന്നവരാകരുത്. അല്ല ചില ആള് മുടക്കുന്നത് ചില ആളെ വിഷയല്ല കേട്ടെങ്കിൽ നല്ല തങ്കഭസ്മ പോലത്തെ നല്ല ബിസിയ ഫിത്നാന്റെ കൊള്ളി ഓറന്നെ നല്ല സഫായി നാവും എന്നിട്ട് ചെന്നേ ഇല്ലമ്മ ഞമ്മ പിന്നെ പെണ്ണു പിള്ളേരെ വിഷയത്തിലല്ല ഞമ്മ അങ്ങനല്ല ചെല്ലാൻ പാടില്ല, ചെല്ലിങ് ഫിത്നല്ലേ ഞമ്മക്കുണ്ടല്ലേ മക്ക ഞമ്മക്ക് ചെല്ലിയ പാർട്ടിയല്ല മാത്രം നോക്കി പിന്നെ എൻഗേജ്മെന്റ് ആയിരങ്ങൾ മനസ്സിലാക്കണ്ട ഞമ്മായിട്ട് മുടക്കി നിന്ന് വേണ്ട അല്ലെ. ഇത് ഫിത്നയാണ്, വലിയ ഫിത്നയാണ്. ഫിത്ന ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കണേ, നാവ് സൂക്ഷിക്കണേ. നിസ്കരിക്കാൻ വരുന്നോറാണ് കൂടുതലും ഫിത്ന പറയുന്നത്. മഗ്‌രിബ് ഇശാന്റെ ഇടയില് റമളാനിൽ തറാവീഹ് കഴിഞ്ഞിട്ട് റമളാനിൽ സുബഹി നിസ്കരിച്ചിട്ട് റമളാനിൽ സമയം ടൈം പാസിന് വേണ്ടി പള്ളി പരിസരങ്ങളില് ഇരുന്ന് കളിക്കുകയാണ്, ചിരിക്കുകയാണ്, സ്വറ പറയുകയാണ്, ആരാറെ ഇറച്ചി തിന്നാണ് അല്ലെ. പുറത്തിരുന്നിട്ട് ഉസ്താദന്മാർക്ക് എന്റെ ഉസ്താദന്മാരെ കൊയ്ത്തുകാലം അല്ല ഉസ്താദെ റമളാൻ മാസല്ലേ നമ്മൾ എന്ത് കൊടുത്തു? എല്ലാരും പറഞ്ഞു ഉസ്താദന്മാർക്ക് ബറാബർ കിട്ടുന്ന റമളാൻ മാസത്തില് നേര് എന്നിന്റെ കുറെ ആപ്പിള്, കുറെ മുസംബി, കുറെ പുളി, ചിത്തുപുളി, അതില് കുറെ ചീഞ്ഞതും ചില സ്ഥലത്തല്ല കൊടുക്കണം. എല്ലാരും ചൊന്നങ്ങനെ ഉസ്താദന്മാർക്ക് ബറാബർ കിട്ടി. ഈ ചെന്നവനോട് കേക്കിൽ എത്ര കൊടുത്തു നീ? അല്ല ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനത്തെ എല്ലാരും കൊടുത്തു. നീ ആചാറിന്റെ ഓറല്ല ഈ ആചാറിനോടെല്ലാം കേക്കില്ല കൊടുത്തു. മുസല്ല കിട്ടതന്നെ 10 റുപ്യ ആവരുത്. സക്കാത്തിന്റെ മുതൽ സക്കാത്തിന് അവകാശികളായ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഗുരുനാടന്മാർ, ഉസ്താദന്മാർ ഓർക്കെത്ര കിട്ടിയെന്നാണ് ചില ആളെ ബേജാറ്. മുത്തുമുഅ്മിനീങ്ങളെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരില്ലയോ, അവരെ കണക്കൂട്ടേണ്ട പണിയല്ല ഉള്ളത്. അവർക്ക് നമ്മൾ ധാരാളം കൊടുക്കണേ. ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു ഡ്രസ്സ് വാങ്ങാനുള്ള പൈസെങ്കിലും കൊടുക്കണോ. ഇത് അടങ്ങൽ കണ്ടെങ്കിൽ ഇരിക്കട്ട് ഉസ്താദെ ബർക്കത്തിന് ഇരിക്കട്ട് എന്ന് പറഞ്ഞ് ചുരുട്ടി കൊടുത്തത് 10 റുപ്യന്റെ 3 നോട്ട് വെച്ചിട്ട് ചുരുട്ടി ഇരിക്കട്ട് ഉസ്താദെ വേണ്ടാന്ന് ചെല്ലണ്ട, ഇരിക്കട്ട് ഇരിക്കട്ട്. ഈ രൂപത്തിൽ അവരുടെ നല്ലവണ്ണം കണ്ടറിഞ്ഞ് കൊടുക്കണം. അത് സക്കാത്തുമാകാം, അവകാശികൾക്ക് അല്ല സദഖയുമാകാം, ധാരാളം കൊടുക്കണം. അല്ലാതെ ഇരുന്ന് ഇങ്ങനെ ഫിത്ന പറയാ, ഫസാദ് പറയാ. ഉസ്താദ് ഇന്നലെ പോണ കണ്ടിന്, ഇന്ന് ബൈക്കും പോണ കണ്ടിന്, ബൈക്കിൽ കേൾക്ക് പോയാന്തോ എന്ന് പറഞ്ഞു പോണ്ട മുഅ്മിനേ. നിന്റെ ഇമാമു ജമാഅത്ത് വെള്ളത്തിൽ പോയി, നിന്റെ നിസ്കാരം ഉസ്താദിനായി, നിന്റെ നോമ്പ് ഉസ്താദിനായി. ഈ രൂപത്തിൽ ആരെയും ഉസ്താദിനെ നല്ല, തങ്ങളെ നല്ല, ഖത്തീബ് ഉസ്താദിനെ നല്ല. ചില ആള് ഖത്തീബ് ഉസ്താദിനെ നല്ല ബഹുമാനിക്കും. എന്തറിയോ, ഖത്തീബ് ഉസ്താദിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഉസ്താദ് സ്റ്റേജ് കിട്ടുന്ന ഉസ്താദിന്റെ, മൈക്ക കിട്ടുന്ന ഉസ്താദിന്റെ, പിന്നെ ഏതെങ്കിലും റെസ്പെക്ട് നിക്കാന്റെ അവിടെ ആചാര പെരീന്ന് ചെല്ലണമെങ്കിൽ വലിയ ഉസ്താദയാണോ അത്ര. ഉസ്താദ് പാവാണ്, നമ്മളെ അടുത്തുള്ള ആളാണ്, നല്ല പാവാണ്. അല്ലാഹു തആല ഉസ്താദിന്റെ ഇൽമിലും അമലിലും ബറക്കത്ത് ചെയ്യട്ടെ. ബഹുമാനിക്കണം, നല്ലോണം ബഹുമാനിക്കണം. അതിന്റെ കൂടെ മദ്രസയിലുള്ള ഉസ്താദന്മാർ, മുഅല്ലിമീങ്ങൾ, അവരെയും നമ്മൾ പരിഗണിക്കണം. എല്ലാവരെയും പരിഗണിക്കണം. ആരെയും പരിഗണനക്ക് പുറത്തു നിർത്തരുത്. ആരെ നിങ്ങൾ പരിഗണിച്ചാലും അല്ലാഹു തിരിച്ച് നിങ്ങളെ പരിഗണിക്കുക തന്നെ ചെയ്യും. മുത്തുമുഅ്മിനീങ്ങളെ, നാവ് ഹിഫ്ളുൽ നാവിനെ സൂക്ഷിക്കൽ ജനങ്ങൾക്ക് വല്ലാണ്ട് പ്രയാസമാണ്. പറയുന്ന എനിക്കും പ്രയാസമാണ്, കേൾക്കുന്ന നിങ്ങൾക്കും പ്രയാസമാണ്. നമുക്ക് ആരെങ്കിലും 2 വിഷയം പറഞ്ഞെങ്കിലേ സമാധാനമുള്ളൂ, എന്തെങ്കിലും ചെല്ലിയെങ്കിലേ സമാധാനമുള്ളൂ, ആരെങ്കിലും കുറ്റപ്പെടുത്തിയെങ്കിലേ കുറച്ച് റാഹത്താകുന്നുള്ളൂ, ആരെങ്കിലും ഇറച്ചി തിന്നാലേ കുറച്ച് സമാധാനം. ഗൾഫിൽ നിന്ന് വന്നവന്നല്ല കാർ എടുത്തിട്ട് നല്ല സ്പീഡിൽ അങ്ങ് പോകുമ്പോ കട്ട പൈസാന്റെ പവർ കണ്ട ഇവന്റെ കട്ടോ ഇല്ല. ഗൾഫിൽ പോയി അധ്വാനിച്ച് വന്നിട്ട് 100% ലോൺ കിട്ടുന്ന കാലഘട്ടത്തില് ഒന്നിരിക്കട്ടിപ്പ പൊതുവെല്ലാം വരുമ്പോ ഒരു നല്ല കെട്ടപ്പുള്ള കാർ കണ്ടെങ്കിലല്ലേ ഒരു നല്ല പൊതു കിട്ടു. മാർക്കറ്റിംഗ് ഫീൽഡ് പഠിച്ച മക്കള് ലോണാക്കിയിട്ട് മംഗലം കഴിഞ്ഞിട്ടോളം പൊന്നു വിറ്റിട്ട് വേണം ലോണ് വീണാ. ഓന് പോകുമ്പോൾ നമ്മളെ വർച്ചല് കണ്ട കഴിഞ്ഞ കൊല്ലം പോയിട്ട് ഈ നോമ്പിലേക്കാകുമ്പോ 1 കൊല്ലാനത്ര ക്രസ്റ്റ് എടുക്കുന്നത്ര അറബിനെ തേച്ചു മുക്കിയിട്ട് വന്നിനെ അന്ത ഹലാക്ക്. ഓന്റെ ബാങ്കിന്റെ ലോൺ ആര് കണ്ട്, ഓന്റെ കഷ്ടപ്പാട് ആര് കണ്ട്? അതുകൊണ്ടാരെ പറ്റിയും
ഒന്നും പറഞ്ഞേക്കല്ല. ഒരാളുടെയും ഉള്ളു നമുക്കറിയില്ല. അവന്റെ എന്താ, അവൻ കട്ടാലും നമ്മളോടുള്ള ചോദിക്കൂലല്ലോ. നിന്റെ നാട്ടുകാരൻ കട്ടിട്ട് കാറെടുത്തിട്ട് നീ എന്തേ പറയാത്തേന് അല്ല നമ്മോട് ചോദിക്കില്ല മുമ്പില്. അതുകൊണ്ട് ആരെ പറ്റിയും ഒന്നും പറയണ്ട. പറഞ്ഞു പോയാലോ നാളെ മഹ്ശറയിലെത്തുമ്പോ മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാ മുഫ്ലിസ്? ഒരുപാട് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സദഖയുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ട് ഇത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവൻ നരകത്തിൽ പോകുന്ന അവനാണ് പാപ്പരൻ, അവനാണ് പാപ്പരൻ, അവനാണ് മുഫ്ലിസ്. നമ്മുടെ നിസ്കാരം ഒരാൾക്കും വീതിച്ചു പോകരുത്, നമ്മുടെ ദിക്റുകൾ പോകരുത്, നമ്മുടെ നിസ്കാരം പോകരുത്. പറയുക മാത്രമല്ല കേൾക്കുക പോലും ചെയ്യരുത്. മുമ്പിന് കേൾക്കുന്നവനും പകുതി ദോഷം ഉണ്ടോ? മഹാന്മാര് പറഞ്ഞില്ലേ, കേട്ടവനും ദോഷമുണ്ട്. കേൾക്കാനും പാടില്ല, ഒരാളെ പറ്റിയും മോശം പറയലും പാടില്ല, കേൾക്കലും പാടില്ല. പ്രത്യേകിച്ച് ഉമ്മമാരെ, അയൽവാസികളെ പറ്റിയിട്ട് വേണ്ടാത്ത ചർച്ചകളില്ല, നമുക്ക് അനാവശ്യങ്ങളില്ല. വേണ്ടാത്തവരെ, മറ്റുള്ളവരെ, അയൽവാസികളെ, നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, ഒരാളെയും ഒരു ചർച്ചക്കും നമ്മൾ എടുക്കരുത്. 25 കൊല്ലങ്ങളോളം ഉണ്ടാതിരുന്ന മഹാന്മാരുണ്ട്. ചരക്കല്ലുകൾ കഴുകിയിട്ട് വായിലിട്ടവരുണ്ട്, മരക്കഷ്ണമെടുത്തിട്ട് വായിലിട്ടവരുണ്ട്, കടലാസിൽ എഴുതിയിട്ട് ചോദിക്കുന്നവരുണ്ട്. നാവിനെ വല്ലാണ്ട് സൂക്ഷിച്ചവർ ആരാണ്? സ്വഹാബികൾ, മഹാന്മാർ, ഔലിയാക്കളൊക്കെ കൊല്ലക്കണക്കിന് ഉണ്ടാതിരുന്നില്ലേ? നല്ലവനാരാണ്? ആരാ നല്ലവൻ? ലുക്മാനുൽ ഹക്കീം തങ്ങളെ പറ്റിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവരെങ്ങനെയായിരുന്നു? നല്ലോണം മുണ്ടാടിരിക്കുന്ന ആളാണ്. സൂറത്തു ലുക്മാൻ, ലുക്മാൻ അലൈഹിസ്സലാമിനെ അറിയാലോ. ലുക്മാനുൽ ഹക്കീം തങ്ങൾ എപ്പോഴും മിണ്ടാറില്ല, മിണ്ടാടിരിക്കലാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ വിജയം എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, സിദ്ഖുൽ കലാം, ഞാൻ മിണ്ടല് കുറവാണെങ്കിലും മിണ്ടിയ സത്യമേ പറയൂ, കളവ് പറയില്ല. എല്ലാത്തിലും കളവ്. ഇന്ന് മൊത്തത്തിൽ കളവുകളുടെ കൂട്ടാരമാണ്. പൊതുവാക്കുന്നു പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞത്ര, 18 കഴിഞ്ഞിട്ട് 28 ഇതിന്റെ വിഷയമില്ല. പിന്നെ അങ്ങനെ ബ്രോക്കറിന്റേത് പൊതുവിന്റെ ഭാഗത്തുള്ള കളവ്. പിന്നെ സ്ഥലം കച്ചവടം ചെയ്യുമ്പോ നാളെ ചെല്ലണോ മറ്റൊന്ന് വേറൊരു പാർട്ടി വരുന്ന മുണ്ടിക്കൊണ്ടുണ്ട്. ഇപ്പൊ വേണം ടോക്കണാക്കി 1001 മതി. കാരണം അപ്പുറം ഇപ്പുറം എല്ലാവരും കോളിട്ടോണ്ടുണ്ട്. ഇന്ന് നാളെ ഡീലാന്ന് ആയിക്കോളി. ഇതിന് 10 കൊല്ലം കഴിഞ്ഞെങ്കിലും പോകുന്നില്ല. ഉപദ്രവമുണ്ട് ഇട്ടെറിഞ്ഞു പോയ ജാഗനെയാണ് ഓൻ പറഞ്ഞത്. ആ തങ്ങ വന്നിരുന്ന ജാഗ ഈ തങ്ങ നോക്കിയിട്ട് ഇതിന്റെ അടിയിൽ നിധിയുണ്ട്, കിട്ടിങ്ങളെ കണ്ടാന്ന് തങ്ങ പറഞ്ഞു. എങ്ങനത്തല്ല തങ്ങ, അതിന്റെ ഇടക്കിടക്ക് നല്ല ദീനിയായ പറച്ചലുകൾ. പിന്നെ വണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകള്, വണ്ടി കച്ചവടക്കാര് ഇപ്പൊ അതൊരു ട്രെൻഡ് പോലെ വണ്ടി കൊണ്ടുവരിക, കിലോമീറ്റർ തിരിക്കുക, വിൽക്കുക, അല്ലെ? 1 ലക്ഷത്തി ചില്ലാനം ഓടിയ വണ്ടി, നല്ല സിംഗിൾ ഓണർ. പിന്നെ കുറെ സ്റ്റിക്കർ ഉണ്ട് ഈ ബ്രോക്കർമാരെ കയ്യിൽ. എന്നിന്റെ വക്കീലോട് ചോണ്ടായ വണ്ടി, ഡോക്ടറോട് ചോണ്ടായ വണ്ടി, എടുക്കേണ്ട പുറത്ത്. ഇതിന്റെ ഇടയ്ക്ക് ഒരുത്തന്റെ കാറിന്റെ വലിപ്പിലുണ്ട് 8 സ്റ്റിക്കർ. അവരോട് അല്ല ഇതെന്തിനാ ഇത്രയും സ്റ്റിക്കർ? അല്ല ഉസ്താദേ, ഡൽഹിന്നും മഹാരാഷ്ട്രത്തുനിന്നും ബാംഗ്ലൂരിനല്ലോ കാറ് കൊടുത്തിട്ട് ഇവിടെ വിൽക്കുമ്പോ ഡോക്ടർ വണ്ടി ചെല്ലിങ് ആൾക്കാരിനെ തട്ടിട്ട് കൊണ്ടുവന്ന് ഏത് ഓന്റെ കയ്യിലുണ്ട് 8 സ്റ്റിക്കർ. കിലോമീറ്റർ തിരിക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ഞാൻ വണ്ടി കച്ചവടക്കാരെ ചിത്തയാക്കിയതല്ല, പച്ചക്കറി കച്ചവടക്കാരും അങ്ങനെ തന്നെ, ഡ്രസ് കച്ചോ, എല്ലാ കച്ചവട മേഖലകളോ കളവുകളെ കൊണ്ട് നിറഞ്ഞു പോയില്ലയോ? മുഅ്മിനേ, വളരെ സൂക്ഷിക്കണേ. ഓൺലൈൻ ബിസിനസ്സുകളിലേക്ക് ആളുകൾ ചേർക്കുന്നവർ അല്ലേ, പലജാതി ബിസിനസ്, അത് പോയി കോയിന് പോയി, മറ്റേ